ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോവളം ജംഗ്ഷൻ്റെ അടുത്ത് തന്നെയാണ്. നിങ്ങൾക്ക് ബോർഡ് കണ്ടാൽ മനസ്സിലാവും. വെങ്ങാനൂർ, വിഴിഞ്ഞം, കന്യാകുമാരി, കോവളം ബീച്ച്. ഇത് എത്ര കിലോമീറ്റർ ഉണ്ടെന്നും ഡയറക്ഷനും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മുന്നിലായിട്ട് ഒരു ബസ് നിൽക്കുന്ന കാണാം വളരെ ദൂരെയായിട്ട്. അതാണ് കോവളം ജംഗ്ഷൻ. ഇനി നമുക്ക് നമ്മുടെ ദൂരെയായിട്ട് അവിടെ നിന്ന് വരുന്ന ആ ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടിയെല്ലാം കഴക്കൂട്ടം ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികളാണ്. ഇത് NH66 നമുക്ക് പോർട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നിങ്ങൾ കാർ മാർഗമായാലും ബസ്സായാലും ഇതിലൂടെയായിരിക്കും പോകാൻ ചാൻസ് വളരെ കൂടുതൽ. ഇനി ബൈക്കായാലും ഇതിലൂടെയാണ് പോകുന്നത്. നമുക്കിതുവഴി പോർട്ടിലേക്ക് ആദ്യമായിട്ട് വഴി അറിഞ്ഞുകൂടാത്തവർ, തിരുവനന്തപുരം ജില്ലക്കാർക്ക് വളരെ പരിചിതമാണ് ഈ വഴികളെല്ലാം. എന്നാലും നമ്മുടെ സ്റ്റേറ്റിന് പുറത്തുള്ളവരായാലും അല്ലെങ്കിൽ നമ്മുടെ ജില്ലയ്ക്ക് പുറത്തുള്ളവരാർക്കും ചിലപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ്. പലപ്പോഴും കമൻറ്റായി ചോദിക്കുന്നു പോർട്ടിലേക്ക് ട്രെയിനൊക്കെ കാണാൻ പറ്റുന്ന ഒരു പൊസിഷൻ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ പൊസിഷൻ നോക്കി നമുക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം കുറച്ചു പേർക്കെങ്കിലും പരിചിതമാണ്. തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് താമസിക്കുന്നവർക്ക് വളരെ പരിചിതമായ റോഡ് തന്നെയാണ്. ജില്ലയ്ക്ക് പുറത്തുള്ളവർക്കാണ് കുറച്ചെങ്കിലും സംശയമുള്ളത്. എന്നാൽ ജില്ലയ്ക്കകത്തും പുറത്തുമുള്ളവർക്ക് നമ്മുടെ പോർട്ടും കപ്പലും ട്രെയിനും കാണുന്ന 2-3 വ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിലേക്ക് പോകുന്ന റോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. റോഡ് മാർഗം നമുക്ക് എങ്ങനെ നമ്മുടെ ഈ പറഞ്ഞ പോർട്ടിൻ്റെ പല ഭാഗത്തും എത്താം. പല ഷോർട്ട് കട്ട് വഴിയായിരിക്കും നമ്മൾ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ദയവായി ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ ഈ പറയുന്ന സ്ഥലമാണ് കോവളം ജംഗ്ഷൻ. ഇവിടെ ഒരു സിഗ്നലുണ്ട്. നേരെ പോകുന്നത് NH66 നേരെ പോകുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന ഓട്ടോയും കാറും വരുന്ന സ്ഥലം കോവളം ബീച്ചിലേക്ക് പോകുന്ന റോഡ് തന്നെയാണ്. ഇത് കോവളം ബീച്ചിലേക്ക് പോയവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. എങ്കിൽ നമ്മളിപ്പോൾ പോകുന്നത് വിഴിഞ്ഞം പോർട്ടും ഹാർബറും ചേർന്ന സ്ഥലത്തേക്കാണ് നമ്മളീ പോകുന്നത്. ഈ NH66 നേരെ പോകുന്നത് കളിയിക്കവിള എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് ഇത് സ്റ്റോപ്പ് ആവുന്നത്. ഇവിടെ ഒരു ചെറിയ ഹമ്പുണ്ട്. ഇനി നമുക്ക് ഈ റോഡിൻ്റെ ഒരു ബൈ റോഡുണ്ട്. ഈ റോഡ് വഴി NHന്റെ സൈഡിലുള്ള ബൈ റോഡാണ്. ഈ റോഡ് വഴി നമുക്ക് നേരെ പോകാം. ഈ റോഡിലൊന്നും എപ്പോഴും വലിയ തിരക്കൊന്നും ഉള്ളതല്ല. വളരെ കുറച്ച് വണ്ടികൾ മാത്രമാണ് ഞാൻ വരുമ്പോഴൊക്കെ കണ്ടുള്ളത്. വലിയ തിരക്ക് ഒരു കാരണവശാലും ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. നമുക്ക് ഇതുവഴി പോയി കഴിഞ്ഞാൽ ഈ റോഡ് ഇവിടെ എത്തിയിട്ട് ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ അണ്ടർപാസ് വഴി റൈറ്റ് തിരിഞ്ഞാണ് കണ്ടോ സിഗ്നൽ. ഈ റൈറ്റ് തിരിഞ്ഞാണ് നമുക്ക് ഈ പറയുന്ന പോർട്ടിലേക്കും ഹാർബറിലേക്കുമുള്ള റോഡ് തന്നെയാണിത്. ഹാർബറിലേക്കും പോർട്ടിലേക്കും കൂടുതൽ വരുന്ന വണ്ടികൾ തന്നെയാണ് ഇതുവഴി പോകുന്നത്. റോഡ് ഇവിടെ ശകലം കുറച്ച് കട്ടറൊക്കെ ഉള്ളതാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഇവിടെ നിന്നും നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. ഞാൻ റോഡ് വളരെ വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വരുന്നവർക്ക് ഒന്ന് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഈ റോഡ് വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ വഴിയോര സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ ഫ്രഷ് മീനെ കിട്ടും. ഞാൻ ഈ പലപ്പോഴായിട്ട് ഇവിടം വഴി പോകുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തും ഈ ഭാഗത്ത് മീൻ വെച്ചുകൊണ്ട് ആൾക്കാർ ഇരിപ്പുണ്ട്. നല്ല ഫ്രഷ് മീൻ തന്നെയാണ്, വിഴിഞ്ഞത്തു നിന്ന് കൊണ്ടുവരുന്ന മീൻ തന്നെയാണ്. ഇവർ രാവിലെ തന്നെ പർച്ചേസ് ചെയ്ത് ഇവിടെ വന്നിരിക്കുവാണ്. ഈ ഭാഗത്തും ഈ മരം നിരിക്കുന്ന ഇവിടെയും ഉണ്ടോ ധാരാളം മീൻ നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഈ റോഡും വലിയ തിരക്കൊന്നുമില്ല. നമ്മുടെ ഈ പറയുന്ന ഹാർബറിലേക്ക് പോകുന്ന വണ്ടികൾ തന്നെയാണ് ധാരാളം ഈ റോഡിലേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസ് ഇതെല്ലാം ഉണ്ട്. ഞാനതെല്ലാം കാണിച്ചിട്ട് തന്നെ പോവാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സ്ഥലത്തിൻ്റെ പേരെനിക്ക് പല പേരുകളും വ്യക്തമായിട്ടറിയില്ല. ഇപ്പം നമ്മുടെ മുന്നിലേക്ക് പോകുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ബോർഡ് വെച്ച് പോകുന്നത് എനിക്ക് തോന്നുന്നു കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസിലെ വണ്ടി ആയിരിക്കാം. ഈ റോഡ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ 2 പോർഷനായിട്ട് തിരിയുന്നത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, ലെഫ്റ്റും റൈറ്റും. ഈ ലെഫ്റ്റിലേക്ക് പോകുന്നത് വിഴിഞ്ഞം ബസ് സ്റ്റാൻഡ്, വിഴിഞ്ഞം ഹാർബർ എന്നീ റോഡുകളാണ്. ആ റോഡ് കുറച്ച് തിരക്കാണ് എപ്പോഴും. പക്ഷെ നമ്മൾ ഈ റോഡിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, പിന്നെ അക്വേറിയം, അതുമാത്രമല്ല നമ്മുടെ ഈ പറയുന്ന ലൈറ്റ് ഹൗസ്, ഇതിലേക്കൊക്കെ ഈ റോഡ് വഴിയാണ് പോകുന്നത്. ഈ റോഡ് വളരെ തിരക്ക് കുറവാണ്. എപ്പോഴും വലിയ തിരക്കുള്ളതായിട്ട് ഞാൻ വരുമ്പോഴൊന്നും കണ്ടിട്ടില്ല. നിങ്ങളും സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ളവർ ഈ പറയുന്ന പോർട്ടും ഹാർബറിൻ്റെ സൈഡിലൊക്കെ കാണാൻ പോകുന്നവർ അല്ലെങ്കിൽ ലൈറ്റ് ഹൗസ് കാണാൻ പോകുന്നവർക്കല്ല ഈ റോഡ് പരിചിതം തന്നെയാണ്. ഇവിടെ ഈ റോഡ് വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ റോഡ് നല്ല വീതിയുണ്ട് ഉണ്ടോ, വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാനത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആര് വന്നാലും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്നതെല്ലാം ചിലപ്പോൾ റോഡ് വഴിയായിരിക്കും, ചെറിയ റോഡ് വഴിയായിരിക്കും നമ്മൾ ഈ പറയുന്ന പോർട്ട് കാണാനൊക്കെ പോകുന്നത്. അവിടെ കൂടി കാറും ഒക്കെ പോകുന്ന സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. റോഡിൻ്റെ സൈഡുകളിലായിട്ട് ധാരാളം
കടകൾ, ചെറിയ ഷോപ്പുകളുണ്ട്. അതായത് വൈകുന്നേരം ആകുമ്പോൾ ഈ ഷോപ്പുകളെല്ലാം ആക്റ്റീവ് ആവും. ഇവിടെയെല്ലാം നമ്മുടെ ഈ വിഴിഞ്ഞം ഫിഷ് ഗ്രിൽഡ് ചെയ്തതും അങ്ങനെ ധാരാളം ഫുഡ് ഐറ്റംസ്, നൈറ്റ് ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകളാണ്. ഞാൻ ഈ പോകുന്ന റോഡുകളെല്ലാം അതിലുള്ള റോഡ് തന്നെയാണ് നമ്മുടെ ഇത്. ഇവിടെ നമുക്കൊരു ജുമാ മസ്ജിദ് കാണാൻ സാധിക്കും. വളരെ വീതി കൂടിയ റോഡ് തന്നെയാണ്. ഉണ്ടോ, ഓരോ റോഡ് തിരിയുന്നിടത്തും ഒരു ചെറിയ ഹമ്പുണ്ട്. അപ്പുറത്ത് നമുക്ക് ഹമ്പ് കാണാൻ സാധിക്കും. മാർക്കിങ്ങൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ കാറിൽ വരുന്നവർ അതൊന്ന് ശ്രദ്ധിക്കണം. വളരെ സ്പീഡിലായിട്ട്, തിരക്ക് കുറവായതുകൊണ്ട് സ്പീഡായിട്ട് വരരുത്. ഹമ്പുണ്ട്. പിന്നെ ഇനി അടുത്ത് നമുക്ക് ഇവിടെ നിന്നും തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ചില സമയത്തൊക്കെ ധാരാളം ഫിഷുമായിട്ട് ആൾക്കാർ ഈ സൈഡിലെല്ലാം കാണാറുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഫിഷ് മേടിച്ചിട്ട് പോകാം. വളരെ ദൂരെയായിട്ടൊരു ടവർ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ടവറാണ് നമ്മുടെ മുന്നിലുള്ളത്. പല ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഈ സൈഡിലാണുള്ളത്, അതായത് ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ടത്. ഇതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസ്. കോസ്റ്റ് ഗാർഡിൻ്റെ വെസലൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ വെസലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് മെയിൻ എൻട്രൻസ് കോസ്റ്റ് ഗാർഡിൻ്റെ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ. ഇനി നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇവിടെയും ഒരു ചെറിയ ഹമ്പുണ്ട്. ഇവിടെ നിന്നും റൈറ്റിലോട്ട് തിരിയുമ്പോൾ ഒരു ചെറിയ റോഡ് കാണാൻ സാധിക്കും. ഞാൻ കുറച്ച് അങ്ങോട്ട് പോയിട്ട് അത് കാണിച്ചു തരാം. ഈ റൈറ്റിലോട്ട് പോകുമ്പോൾ ഒരു ചെറിയ റോഡ്, ഇതാണ് നമുക്ക് ലൈറ്റ് ഹൗസിലേക്ക് പോകുന്ന, ആ സ്കൂട്ടർ പോകുന്ന ആ റോഡ്. ഈ ലൈറ്റ് ഹൗസിലേക്ക് പോകുന്ന റോഡാണ്. നമുക്ക് നേരെയാണ് പോകേണ്ടത്. നേരെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് കടൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, ഈ കടൽ കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. തിരമാലയും കുറച്ചു നേരം അവിടെ ചെന്ന് നിൽക്കാനും അത് എല്ലാവർക്കും വളരെ സന്തോഷം തന്നെയാണ്. മനസ്സിന് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു അനുഭൂതി തന്നെയാണ് ഈ കടൽ കാണുന്നുള്ളത്. ധാരാളം ആടുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് സദാസമയം ഞാൻ എപ്പോൾ വന്നാൽ റോഡിൽ ഇങ്ങനെ ഒരു 10-50 ഇങ്ങനെ നിരന്ന് നിൽക്കാറുണ്ട്. കണ്ടോ, ഈ റോഡൊന്നും വലിയ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് STS ക്രെയിൻ്റെ ബൂം, എപ്പോഴും ഞാൻ പറയുന്ന പോലെ തലയുയർത്തി നിൽക്കുന്ന STS ക്രെയിൻ്റെ ബൂം ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കണ്ടോ, വളരെ സാവധാനത്തിൽ നമുക്ക് പോകാം. റോഡ് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നത്. എപ്പോൾ വന്നാലും വലിയ തിരക്കൊന്നും ഈ റോഡിൽ വരാറില്ല. അതായത് അപ്പുറത്ത് ഹാർബർ റോഡിലേക്ക് പോകുന്ന ആ തിരക്കില്ല. ഹാർബർ റോഡിലേക്ക് ഞാൻ പോയി കാണിക്കാം. അവിടുത്തെ തിരക്ക് വലിയ തിരക്കാണ് നമുക്ക്. കാരണം ഹാർബറിൽ എപ്പോഴും സദാസമയം ഫിഷ് ലേലം വിളിയൊക്കെ ഉള്ളത് കാരണം എപ്പോഴും അതുമായിട്ടുള്ള വണ്ടികളും ആൾക്കാരും തിരക്കും എല്ലാം വളരെ കൂടുതലാണ് ആ റോഡ്. ഈ റോഡ് വലിയ തിരക്കില്ല. ഇവിടെ മീൻ ലേലം വിളി അങ്ങനെയൊന്നും ഇല്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. കടലിൽ നല്ല തിരമാല തന്നെയാണ്. ഇവിടെ എല്ലാം വീടുകളെല്ലാം ഇങ്ങനെ തിങ്ങി നമ്മുടെ ഈ പറയുന്ന തീരദേശ മേഖലയിലുള്ള വീടുകളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അടുത്തടുത്ത് വീട് നിരന്ന് ഇഷ്ടംപോലെ ഉണ്ട്. അടുത്തടുത്ത് വീട്ടിൽ താമസിക്കുന്നവരുടെ സ്നേഹം തന്നെയാണ് അവരുടെ വിജയം. ഉണ്ടോ, ഇവിടെയും ധാരാളം സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ ധാരാളമുണ്ട്. ഇതെല്ലാം ആക്റ്റീവ് ആവുന്നത് എനിക്ക് തോന്നുന്നു 6 മണി 7 മണി ആവുന്ന സമയത്താണ് ഇതെല്ലാം ആക്റ്റീവ് ആവുന്നത്. അപ്പോഴൊക്കെ വലിയ തിരക്കായിരിക്കും. ഞാൻ ആ സമയത്തൊന്നും ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. എന്തായാലും തിരക്ക് കാണും ആ സമയത്തെല്ലാം. ഇപ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ ചെറിയ പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കണ്ടോ. ബ്രേക്ക് വാട്ടറിൻ്റെ പോർഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ജുമാ മസ്ജിദ് ഉണ്ട്. വലിയ 2 ജുമാ മസ്ജിദ് ഉണ്ട് ഇവിടെ. കണ്ടോ, അപ്പുറത്തെ പറയുന്ന പള്ളിയിലാണ് പ്രാർത്ഥനയൊക്കെ ഞാൻ കാണാൻ സ്ഥിരമായിട്ട് വരുമ്പോൾ കേൾക്കുന്നതെല്ലാം ഈ പള്ളിയിൽ. ഇവിടെ ധാരാളം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് വിഴിഞ്ഞം. ഈ പള്ളിയിലൊക്കെ ധാരാളം ആൾക്കാർ വളരെ ദൂരെ നിന്ന് തന്നെ വരാറുണ്ട്. അവർ ഈ പള്ളിയിൽ പ്രാർത്ഥിച്ച ശേഷം ഇവിടെ വന്നു നിന്ന് ഈ പറയുന്ന പോർട്ടും കാണാറുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇവിടെ തന്നെ ധാരാളം ആൾക്കാരുണ്ട് പോർട്ട് കാണാൻ വന്ന് നിൽക്കുന്നവരുണ്ടോ. ഇതാണ് നമ്മുടെ പോർട്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ 8 STS ക്രെയിൻ നമ്മുടെ പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല യാർഡ് ട്രെയിനും ഉണ്ട്. ഇതാണ് ഈ ബൊളാറ്റ്പൂൾ ടെസ്റ്റ് നടത്തുന്ന സ്ഥലം. ഉണ്ടോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാറിൽ വരുന്നവർക്കും ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് ഇവിടെ നിന്ന് വളരെ അടുത്ത് തന്നെ നമ്മുടെ പോർട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ. കാൻഡിലിവർ റെയിൻമോണ്ട് ഗ്രാൻഡി ക്രെയിനും STS ക്രെയിനും നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ പോർഷൻസ് എല്ലാം ഇവിടെ നിന്നാൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വിഷ്വലാണ് ഇവിടെ. ഇതാണ് ഒരു വ്യൂ പോയിന്റ്. ധാരാളം ആൾക്കാർ ഇവിടെ നിന്നും വരുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോകാം. അടുത്തൊരു പോയിന്റിലേക്കാണ് നമ്മൾ പോകേണ്ടതുണ്ട്. ഇവിടെ ഈ പറയുന്ന പോർട്ടും ഇത് കാണാൻ വന്നവരാണ് ധാരാളമായി ഇവിടെ ഉള്ളത്. കടൽ തിരമാലകൾ
നമ്മുടെ ഈ പറയുന്ന പാറകളുടെ മുകളിൽ നിന്ന് അടിച്ചു കയറി വരുന്ന കാണാൻ സാധിക്കുന്നുണ്ടോ? മറ്റേ റിയാസ് ഖാൻ പറഞ്ഞ പോലെ അടിച്ചു കയറി വാ എന്ന് പറയുന്ന പോലെ തിരമാലകൾ വളരെ അടിച്ചു കയറി വരുന്നു. അതുമാത്രമല്ല, ഞാൻ വേറെ ഒന്നുകൂടി പറയട്ടെ, റിക്വസ്റ്റായിട്ട് പറയട്ടെ, ഈ കടൽ കാണാൻ വരുന്ന ഈ പ്ലേസിൽ വരുന്നവരെ നമ്മളിവിടെ ആരെ ശ്രദ്ധിക്കാനൊന്നും ആരും ശ്രദ്ധിക്കില്ല. ദയവേത് ആരും ഈ പറയുന്ന കടലിലോട്ട് ഇറങ്ങാൻ ശ്രമിക്കരുത്. വളരെ ആഴക്കൂടുതലുള്ള പ്ലേസ് തന്നെയാണ്. അതുമാത്രമല്ല, കല്ലിൽ ഭയങ്കര വഴുക്കലുമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്പുറത്തായിരിക്കും പോകുന്നത്. കാരണം ഇവിടെയും ധാരാളം അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. വിഴിഞ്ഞത്തുള്ളവർക്ക് നീന്തൽ നല്ലപോലെ അറിയാമെന്നുള്ളവരാണ് കടലിൽ വീഴുന്ന അപകടങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് വരെ നമുക്കെല്ലാം ഈ കുളത്തിലോ അല്ലെങ്കിൽ ചെറിയൊരു ആറ്റിലോ നീന്തിയുള്ള പരിചയത്തിൽ കടലിൽ ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന വിഴിഞ്ഞം പ്ലേസിലെല്ലാം നല്ല ആഴക്കൂടുതലുള്ള കാരണം വൻ അപകടം ക്ഷണിച്ചു വരുത്തും. ദയവായി ആരും ഈ പറയുന്ന കടലിലേക്ക് ഇറങ്ങാൻ നോക്കരുത്. നമ്മൾ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള പാറയുണ്ട്, നല്ല പ്ലേസാണ്, കാണാൻ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ് ഈ വിഴിഞ്ഞം പ്ലേസ്. ഇറങ്ങാനൊക്കെ തോന്നും. ആരും ഇറങ്ങരുത്. ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്താണ് ഈ കടലിൻ്റെ ഡെപ്ത്. അതാണ് ഇതിൻ്റെ അപകട സാധ്യത ഒളിഞ്ഞിരിക്കുന്നത്. ഇതേ ഇവിടെയും ഒരു ഹമ്പുണ്ട് ഉണ്ടോ? ഇത് ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. എനിക്ക് തോന്നുന്നു പോർട്ട് വികസിച്ച് വരുന്നതോടൊപ്പം ഈ പ്ലേസുകളെല്ലാം പൂർണ്ണമായിട്ട് ആദ്യം തന്നെ ചേഞ്ച് വരാൻ പോകുന്ന പ്ലേസുകളാണ് ഞാൻ ഈ നിങ്ങളോട് കാണിക്കുന്നത്. ഇതൊരു ഹിസ്റ്ററി ആയിട്ട് നോട്ട് ചെയ്യേണ്ടി വരും. കാരണം ഈ പ്ലേസ് എല്ലാം പൂർണ്ണമായിട്ടും വലിയ ചേഞ്ചോടെ തന്നെ മാറ്റം വരും. പോർട്ടിൻ്റെ വികസിക്കുന്നതിനനുസരിച്ച് ഇതെല്ലാം മാറും. ഇതെനിക്ക് തോന്നുന്നു ഫിഷറീസിൻ്റെ ഓഫീസ്, മറൈൻ ഫിഷറീസിൻ്റെ ഓഫീസാണെന്ന് തോന്നുന്നു. ഇതെല്ലാം ഓഫീസുകളെല്ലാം ഈ റോഡിലാണുള്ളത്. കാരണം ഇവിടെ ധാരാളം സ്ഥലമുണ്ട്. നമ്മുടെ ഇനി ഹാർബറിൻ്റെ സ്ഥലത്തൊന്നും അധികം, ഇനി നമ്മൾ പോകുന്ന ഹാർബറിൻ്റെ പ്ലേസിലേക്കാണ്. അവിടെയൊന്നും അധികം സ്ഥലമില്ല. ഇവിടെയാണ് ധാരാളം സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും ഓഫീസുകളുള്ള സ്ഥലമല്ല ഇവിടെ തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന ആൾക്കാർ നമ്മുടെ പോർട്ടും ഹാർബറിൻ്റെ പ്ലേസും അല്ലെ പോർട്ട് കണ്ട് തിരിച്ചു പോകുന്നവരാണ്. നമ്മൾ നേരത്തെ പോയ റോഡിലൂടെ തന്നെയാണ് ഇപ്പോൾ തിരിച്ചു വരുന്നതാണ് മറൈൻ റിസർച്ച് അക്വേറിയം. ഇവിടെ കണ്ടാൽ വെറൈറ്റി ഫിഷുകൾ ധാരാളമായി ഇവിടെ ഞാൻ അക്വേറിയത്തിൽ കയറി ഒരു വീഡിയോ പണ്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ വെറൈറ്റി ഫിഷുകളാണ് അതിനകത്തുള്ളത്. ധാരാളം ആൾക്കാരും വരുന്നുണ്ട്. ഈ റോഡാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലൈറ്റ് ഹൗസിലേക്ക് പോകുന്ന റോഡ്. നമുക്ക് ലൈറ്റ് ഹൗസിലേക്ക് ഇനി ആ ഒരു വീഡിയോ കൂടി ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇനി വരുന്ന സമയത്ത് ലൈറ്റ് ഹൗസിൻ്റെ വീഡിയോ കൂടി ഷൂട്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ലൈറ്റ് ഹൗസിൻ്റെ റോഡും ലൈറ്റ് ഹൗസ് ഡീറ്റെയിലും അതും ഞാൻ നിങ്ങൾ കമൻറ്റായിട്ട് നൽകുവാണെങ്കിൽ ഞാനതും വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ വലത് സൈഡ് കാണുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസാണ്. പിന്നെ ഇടത് സൈഡിൽ ഫയർഫോഴ്സിൻ്റെ ഓഫീസുണ്ട്. ഉണ്ടോ? വളരെ തിരക്ക് കുറഞ്ഞ വിശാലമായ റോഡ് തന്നെയാണ്. എപ്പോൾ വന്നാലും ഇങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും വലിയ തിരക്കുള്ള റോഡായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെയുള്ള നമ്മുടെ പള്ളിയിൽ വരുന്ന തീർത്ഥാടകരുടെ വണ്ടിയാണ് അധികമായി ഇതുവഴി വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് കാറിലായാലും ബൈക്കിലായാലും സ്കൂട്ടറിലായാലും നമുക്ക് പോയി നമ്മുടെ പോർട്ടിൻ്റെ പല ഭാഗത്തും കണ്ടു. ഇപ്പോൾ നമ്മൾ കണ്ട വിഷ്വലിൽ നമുക്ക് ഈ പറഞ്ഞ ബ്രേക്ക് വാട്ടർ ബെർത്തിൻ്റെ പോർഷനാണ് കാണാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് നമ്മുടെ കാൻഡിലിവർ റെയിൻബോയുടെ ഗ്രാൻഡി ഗ്രാൻഡ് യാർഡ് പോർഷൻ കാണുന്ന ആ ഒരു വിഷ്വൽ കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന വിഷ്വലാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയുന്നത്. ഞാൻ പോകുന്ന ഇനി വന്ന റോഡിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് ഷോർട്ട് കട്ട് റോഡ് വഴി എനിക്ക് പരിചയമുണ്ട്. അതുവഴിയായിരിക്കും ഞാൻ പോകുന്നത്. നേരെ വന്നിടത്തുകൂടി ഫുള്ളായിട്ട് ഞാൻ പോകാറില്ല. അപ്പോൾ കുറച്ചുകൂടി എളുപ്പം നമുക്ക് അവിടെ എത്താൻ സാധിക്കും. ഇവിടെ കിടന്ന് കറങ്ങാതെ ആരോടും ചോദിക്കാതെ നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം നമ്മൾ ഈ കാണുന്ന പോർട്ടിൻ്റെ വശങ്ങൾ കാണുന്ന പോർട്ടിൻ്റെ ഈ കപ്പൽ വരുമ്പോൾ കാണുന്ന പ്ലേസ് എല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ ഈ റോഡ്, അതായത് നമ്മൾ വന്ന റോഡാണിത്. വിഴിഞ്ഞ ജംഗ്ഷനിൽ നിന്ന് കോവളം ഭാഗത്ത് നിന്ന് വന്ന റോഡാണിത്. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്നും നമുക്ക് ഇനി തിരിയേണ്ടത് നമുക്ക് റൈറ്റിലോട്ടാണ് തിരിയേണ്ടത്. കാരണം ഇവിടെ വരുമ്പോൾ ഞാൻ അടയാളം കാണിച്ചാലും നമുക്ക് സെൻട്രലായിട്ടൊരു സ്റ്റാച്ചു കാണാം. ഡോക്ടർ അംബേദ്കറിൻ്റെ സ്റ്റാച്ചു ആണ് നമ്മൾ ഈ കാണുന്നുണ്ടോ. അത് ആ സ്റ്റാച്ചു. അവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് വലത്തോട്ട്, ഇടത്തോട്ടല്ല വലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഷോർട്ട് കട്ട് റോഡ് തന്നെയാണ്. പലർക്കും ഈ റോഡ് അറിയാൻ ചാൻസ് വളരെ കുറവാണ്. എനിക്കും ആദ്യമൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ സ്ഥിരമായിട്ട് എടുക്കാൻ വരുന്നതുകൊണ്ടാണ് ഈ ഷോർട്ട് കട്ടൊക്കെ എനിക്ക് അറിയാമെന്നുള്ളത്. ഞാനും തിരുവനന്തപുരം ജില്ലക്കാരനാണ്. എന്നിട്ടുകൂടി എനിക്ക് അധികമായിട്ട് ഇടറോഡുകളൊന്നും നമുക്കിവിടെ ഒന്നും പരിചയമില്ല. അധികം നമ്മളിവിടെ വരാറില്ലാത്തത് കൊണ്ടാണ് പരിചയമില്ലാത്തത്. വിഴിഞ്ഞം പോർട്ട് വന്ന കാരണം സ്ഥിരമായിട്ട്, അധികമൊന്നുമല്ല, സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട്. വരുമ്പോഴൊക്കെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ ബൈക്കിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ സ്കൂട്ടറിലേക്ക് പോകുന്നത് ഇതുവഴി തന്നെയാണ്.
ഇനി നമ്മൾ അടുത്ത് പോകുന്ന റോഡ് ഇത്തിരി തിരക്ക് കൂടിയ റോഡാണ്. ഇത് ഞാൻ ഫസ്റ്റ് നിങ്ങളെ കാണിച്ചു 2ആയിട്ട് റോഡ് തിരിയുന്നു എന്നുള്ളത്. അതിൽ അവിടെ നിന്നേ നമ്മൾ കണ്ടതിൽ ലെഫ്റ്റ് കാണുന്ന റോഡാണ്. ഇത് ഹാർബറിലേക്കുള്ള റോഡാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ആ ഹാർബറിലേക്കുള്ള റോഡിലെ ഷോർട്ട് കട്ടിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. കേട്ടോ, ഇതാണ് ചില ഷോർട്ട് കട്ട് റോഡ് വഴി നമുക്ക് ഈ റോഡിലേക്ക് കയറാൻ സാധിക്കും. ഇത് നമ്മൾ ഇനി പോകുന്ന ഹാർബറിലേക്കുള്ള റോഡാണ്. ഇതുവരെ കണ്ടതുപോലെയല്ല, ഇനി തിരക്ക് ശകലം കൂടും. നേരത്തെ നമ്മൾ കണ്ടത് ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ ഇത് ഹാർബറിലേക്ക് പോകുന്നതും പിന്നെ വിഴിഞ്ഞം ഭാഗത്ത് വിഴിഞ്ഞം ജംഗ്ഷനിലേക്ക് പോകുന്നതുമായിട്ടുള്ള റോഡായത് കാരണം ഇവിടെ ഇത്തിരി തിരക്ക് കൂടുതലാണ്. ഇവിടെ എപ്പോഴും വരുമ്പോൾ കുറച്ച് വലിയ തിരക്കെന്ന് പറയാൻ പറ്റില്ല, എന്നാലും സാമാന്യ തിരക്കുള്ള റോഡ് തന്നെയാണിത്. ഈ ഭാഗത്തല്ല ഞാൻ ഈ കാണുന്ന ഈ കൊടചൂടി ഈ ഭാഗത്തെല്ലാം മീൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ കക്ക ചിപ്പിയെല്ലാം ഇവിടെ നിന്ന് ഈ വശത്ത് നിന്ന് ധാരാളം കക്കയും ചിപ്പിയൊക്കെ ധാരാളം കിട്ടും. കക്ക അല്ല, ചിപ്പി, അതെ, ചിപ്പി കിട്ടും. ഈ വശത്തെല്ലാം റോഡ് ഇത്തിരി തിരക്ക് തന്നെയാണ്. ഇവിടെ ഫെഡറൽ ബാങ്ക്, ധാരാളം ബാങ്കുകളും സ്ഥാപനങ്ങളെല്ലാം ഈ റോഡിലും ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട റോഡിനെ അപേക്ഷിച്ച് ഇത്തിരി തിരക്കുള്ള റോഡാണ്. ഈ റോഡ് നേരെ ഹാർബറിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് ഹാർബറിൽ നിന്നും പോർട്ടിൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, നമുക്ക് ക്രെയിൻ എവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ള വിഷ്വലിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ആരുടെയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ പറയുന്നത്. ഇവിടെയും ചെറിയൊരു ഹമ്പുണ്ട്, മാർക്ക് ചെയ്തിട്ടില്ല. പല ഹമ്പുകളും ചില സ്ഥലങ്ങൾക്ക് മാർക്കിങ് മാഞ്ഞു പോയിട്ടുണ്ട്. അത് കാരണം വണ്ടി വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ഹമ്പുണ്ട്, ആദ്യമായി വരുന്നവർക്ക് അത് പരിചിതമല്ല. എനിക്കും ഇഷ്ടം പോലെ അബദ്ധം വരുന്നുണ്ട്. ആദ്യമൊക്കെ വരുന്ന സമയത്ത് മാർക്കിങ് ഇല്ലാത്ത കാരണം അതേ സ്പീഡിൽ വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ, ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ച് തിരക്കുള്ള റോഡാണത്. ഇവിടെയും നമ്മൾ റോഡിൻ്റെ 2 വശങ്ങളിലായിട്ട് ധാരാളം ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ മിക്ക ഷോപ്പുകളും ഈ ചെറിയ ഹോട്ടൽ തന്നെയാണ്. അതായത് നമ്മൾ ഈ കാണുന്ന പോലെ ഒരു 6-7 മണിയാകുമ്പോൾ ഇതെല്ലാം ആക്റ്റീവ് ആവും. അപ്പോൾ പൊരിച്ച കാന്താരി ചിക്കൻ്റെ കടയും ഈ പറയുന്ന ഫ്രഷ് ഫിഷ് ഗ്രില്ല് ചെയ്തതും മീൻ തല കറി വെച്ചതും അങ്ങനെ കുറേ വെറൈറ്റി, അതിനോടൊപ്പം ബറോട്ട, അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന മീനിൻ്റെ ഐറ്റങ്ങൾ കൂടുതൽ, മീൻ മുട്ട, ഈ ഐറ്റങ്ങളൊക്കെ കൂടുതലായി കിട്ടുന്ന കടകളാണ് ഞാൻ ഈ കാണുന്ന കടകളെല്ലാം. ഓരോ കടയുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല. പലർക്കും തിരുവനന്തപുരം ജില്ലക്കാർക്കുള്ളവർക്ക് വളരെ പരിചിതമാണ്. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവർക്കാണ് ഈ കടകളിൽ പരിചയമില്ലാത്തത്. ജില്ലയ്ക്കകത്തുള്ളവരെല്ലാവരും മിക്കവരും വൈകുന്നേരം ഫാമിലിയോടെയും അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ഞാനും ധാരാളമായി ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇതൊരു വലിയൊരു ഓഡിറ്റോറിയമാണ് കേട്ടോ. ഇവിടെയും ഒരു ജുമാ മസ്ജിദ് ഇവിടെ ഉണ്ട്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ആൾക്കാരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പോകുന്ന വിഴിഞ്ഞം ജംഗ്ഷനിലോട്ടാണ് നമ്മൾ ഈ പോകുന്നത്. തൊട്ടടുത്ത് നമ്മളെ മുന്നിലുള്ളതാണ് വിഴിഞ്ഞം ജംഗ്ഷൻ. ഏറ്റവും തിരക്ക് കൂടിയ, വിഴിഞ്ഞത്തിലെ ഏറ്റവും തിരക്ക് കൂടിയ സ്ഥലങ്ങൾ. ഇനി മുല്ലൂർ പറയുന്ന സ്ഥലമുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പഴയ വീഡിയോ ഒന്നും എടുത്ത് നോക്കിയാൽ അറിയാം. അത് നമ്മുടെ പോർട്ടിൽ നിന്നും നമ്മുടെ പോർട്ടിൽ നിന്ന് ഹാർബറിലേക്ക് വരുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ ആ റോഡ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിനെക്കാട്ടി കുറച്ചുകൂടി വ്യക്തമായിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് വിഴിഞ്ഞം ജംഗ്ഷൻ. ഇതെല്ലാവർക്കും അറിയാം, വിഴിഞ്ഞം ജംഗ്ഷൻ ഇതാണ്. ഇതൊന്ന് കാണാൻ സാധിക്കും. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 5 റോഡ് വന്ന് ചേരുന്ന സ്ഥലമാണ്. തിരുവനന്തപുരത്തു നിന്നും ബാലരാമപുരത്തു നിന്നും എല്ലായിടത്തു നിന്നും വന്ന് ചേരുന്ന റോഡാണിത്. ഇതാണ് വിഴിഞ്ഞം ജംഗ്ഷൻ. നമുക്ക് പോകേണ്ട നേരെയുള്ള റോഡാണ്. നമ്മുടെ മുന്നിലോട്ട് കാണുന്ന നേരെ ആരോ മാർക്ക് കാണുന്ന, അല്ലെങ്കിൽ ഓട്ടോ പോകുന്ന, നമ്മുടെ മുന്നിലൂടെ ഒരാൾ നടന്നു പോകുന്ന ആ റോഡാണ് നമുക്ക് പോകേണ്ടത്. വിഴിഞ്ഞം ഹാർബറിലേക്കാണ് നമ്മൾ ആ റോഡ് പോകുന്നത്. ഈ റോഡിലേക്ക് ഒന്ന് തിരിയുന്നതിന് നിങ്ങൾ നോക്കി വയ്ക്കേണ്ട. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ടോ? ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. ഈ റോഡ് തെറ്റിപ്പോകാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. തൊട്ട് താഴെ മാർക്കിങ്ങൊക്കെ നിങ്ങൾ നോക്കുള്ളൂ. ഈ റോഡ് ശകലം കട്ടറാണ്. ഇവിടെ ഇത്തിരി തിരക്ക് തന്നെയാണ്. എപ്പോഴും വരുമ്പോൾ ചില സമയത്തൊക്കെ ഓട്ടോ സ്റ്റാൻഡ് ഇത് ഉള്ളത് കാരണം ഇവിടെ ഇത്തിരി തിരക്കുണ്ട്. ഇതൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഈ ബസ് സ്റ്റാൻഡ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്യും. ബസ്സിൽ വരുന്നവർക്ക് ഇവിടെ ഇറങ്ങാൻ സാധിക്കും. നമ്മുടെ ട്രിവാൻഡ്രം ഭാഗത്തു നിന്നൊക്കെ വിഴിഞ്ഞ ബസ് ധാരാളമായിട്ടുണ്ട്. ഇവിടെ ഇറങ്ങാൻ സാധിക്കും. ഇവിടെ ഇറങ്ങിയിട്ട് ഇനി ഇത് ഓട്ടോ ഒക്കെ ധാരാളമുണ്ട്. ഓട്ടോയിൽ പോകുന്നവർക്ക് ഓട്ടോയിൽ പോകാം. നടന്നു പോകേണ്ടവർക്ക് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. ഓട്ടോയിലൊന്നും കയറേണ്ട ആവശ്യം ഒരിക്കലും വരുന്നില്ല. നടന്നു പോകേണ്ട ദൂരമുള്ളൂ. ഇതൊരു ഷോർട്ട് കട്ടാണ്. നമ്മൾ ഈ കാണുന്ന ലെഫ്റ്റിലേക്ക് കാണുന്ന ഈ റോഡ് നേരെ വിഴിഞ്ഞ അപ്പുറത്ത് കാണുന്ന വിഴിഞ്ഞ റോഡിൽ തന്നെയാണ് ചെന്ന് കയറുന്നത്. ഇതാ നമ്മൾ നേരെ പോകുന്നത്. ഇത് വിഴിഞ്ഞം ഹാർബറിലേക്കുള്ള റോഡ് തന്നെയാണിത്. ഹാർബർ എത്തിയപ്പോൾ ഒരു തിരക്കും ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉണ്ടോ? ഇത്തിരി തിരക്കൊക്കെയാണ് ഹാർബറിൻ്റെ ഈ പ്ലേസുകളെല്ലാം. ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് മിക്കവരും ഹാർബറിൽ നിന്ന് മീൻ പർച്ചേസ് ചെയ്യാൻ വരുന്നവരാണത്. എനിക്ക് തോന്നുന്നു വിൽപ്പനക്കാരായാലും വീട്ടാവശ്യത്തിനായാലും മീൻ പർച്ചേസ് ചെയ്യാൻ വരുന്നവരുടെ വണ്ടികളാണ് ഇവിടെ എല്ലാം പാർക്ക് ചെയ്തിട്ടുള്ളത്.
ബൾക്കായിട്ടും റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും എടുക്കാൻ വരുന്നവരുടെ വണ്ടികൾ ധാരാളം തിരക്കുള്ള സ്ഥലം തന്നെയാണ്. അതുമാത്രമല്ല നമുക്ക് വളരെ ദൂരെയായിട്ട് STS ക്രെയിൻ്റെ ബൂം ഇവിടെ നിന്നാലും നമുക്ക് കാണാൻ സാധിക്കും. വിഴിഞ്ഞത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും നമുക്ക് ഈ STS ക്രെയിനും അതിൻ്റെ ബൂമും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഹാർബറിലേക്ക് വരുന്നത്. നമുക്ക് നല്ല ഫ്രഷ് മീൻ മേടിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമുക്ക് വിഴിഞ്ഞം ഹാർബറിലേക്ക് വരാം. നമ്മൾ താരതമ്യേന ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും കുറച്ച് വിലയും കുറവായിരിക്കും. അതുമാത്രമല്ല ഫ്രഷ് മീനും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇപ്പോൾ സീസണാണ്, വിഴിഞ്ഞ സീസണാണ്. കഴിഞ്ഞ സീസൺ പോലെ ഇതാണ് ഹാർബറിലേക്കുള്ള റോഡ്. കഴിഞ്ഞ സീസൺ പോലെ ധാരാളം ഫിഷുകൾ ഇപ്പോൾ ഇല്ല. കഴിഞ്ഞ വർഷം ധാരാളം മീൻ കൂടുതലായിരുന്നു. ഇപ്പോൾ അധികം മീൻ ഉള്ളതായിട്ട് എനിക്ക് അറിയാൻ സാധിക്കും. ഞാൻ ഇവിടെ എല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യാൻ വരുന്നതാണ്. വരുമ്പോഴൊക്കെ ചില സമയത്തൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഫിഷ് മേടിക്കാറുണ്ട്. വിലക്കുറവുള്ള സമയത്തെല്ലാം ചെന്ന് നോക്കും, മേടിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ മാർക്കറ്റും നമ്മളെ പുറത്തെ മാർക്കറ്റും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വളരെ ചീപ്പ് തന്നെയാണ്, ഉറപ്പാണ്. കാരണം ഇവിടെ നിന്ന് മേടിച്ചിട്ടാണ് ചിലപ്പോഴൊക്കെ അവരവിടെ ഈ പറയുന്ന കച്ചവടത്തിനായി കൊണ്ടുവരുന്നത്. അപ്പോൾ അവരുടെ ലാഭം നോക്കുമ്പോൾ നമുക്ക് നഷ്ടമില്ല, നമുക്ക് അവിടെ നിന്ന് മേടിച്ചാൽ മതി. ഇവിടെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ പോർട്ട് കാണാൻ വരുന്നവർ കണ്ടോ, ഇപ്പം സഞ്ചിയിലേക്ക് മീൻ കൊണ്ടുപോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. പോർട്ടും കാണാം, മീനും മേടിക്കാം. ആ ഒരു ഇതുണ്ട്. പോർട്ട് കാണാൻ വരുന്നവർ തന്നെയാണ് മിക്കതും മീനൊക്കെ മേടിക്കുന്നത്. അല്ലാതെ മീൻ മേടിക്കാൻ വരുന്നവരും ധാരാളമായിട്ട് ഇവിടെയുണ്ട്. ഇതെല്ലാം ഈ വണ്ടികളെല്ലാം നമ്മുടെ ഈ പറയുന്ന കുറച്ച് ഇപ്പോൾ പോർട്ട് കാണാൻ വരുന്നവരെ കാറാണ്, അല്ലെങ്കിൽ കുറച്ച് ഫിഷ് മേടിക്കാൻ വരുന്നവരെ വണ്ടിയുമുണ്ട് കേട്ടോ. ഇപ്പോൾ ഉള്ളത് മിക്കത് ഈ വണ്ടികളെല്ലാം നമ്മുടെ വിഴിഞ്ഞം പോർട്ട് കാണാൻ വരുന്നവർ വണ്ടികൾ തന്നെയാണ് ഇവിടെ എല്ലാം പാർക്ക് ചെയ്തിട്ടുള്ളത്. ധാരാളം ആൾക്കാർ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വിഴിഞ്ഞം പോർട്ട് കാണാൻ വരുന്നവർ. ഇത് റോഡ് ഇവിടെ തീരും. ഇവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് നടന്നു പോവാം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വണ്ടി ഒതുക്കിയിട്ട്, ഇതിപ്പോൾ ഞാൻ ചെറിയ വണ്ടിയാണ് അങ്ങോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നടന്നായാലും ഇവിടെ നിന്ന് പോകാൻ സാധിക്കണ്ടോ. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട്. നമ്മളെ വിഴിഞ്ഞം പോർട്ടും ഹാർബറും തമ്മിൽ ഏതാണ്ട് 300-350 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കപ്പൽ വരുന്നതും പോകുന്നതും എല്ലാം നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കപ്പൽ ഇവിടെ നിന്ന് തിരിയുന്ന കാണാൻ സാധിക്കും. പലപ്പോഴൊക്കെ ഞാൻ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ടോ. വളരെ അടുത്തായിട്ട് നമുക്ക് STS ക്രെയിനും കാൻഡിലിവർ റെയിൽമോട്ട് ഗ്രാൻഡി ക്രെയിൻ ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കുറച്ച് ദൂരം നമുക്ക് നടന്ന് അങ്ങോട്ടൊക്കെ പോയി കാണാൻ സാധിക്കും. പക്ഷേ അകത്തോട്ടൊന്നും കയറാൻ സമ്മതിക്കില്ല. അവിടെയൊക്കെ സെക്യൂരിറ്റി ഗാർഡ് എപ്പോഴും ഉള്ളതാണ്. ഇതാണ് നമ്മുടെ വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്പോട്ട്. ഇനി അപ്പുറത്തൊരു സ്പോട്ടുണ്ട്, അവിടെ നമുക്ക് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടെ നമുക്ക് പോകാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഞാൻ അതുകൂടി കാണിച്ചു തന്നെ. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.